ഇപ്പോൾ എൻ്റെ കൂടെ കുറ്റിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ചേരുന്നുണ്ട്. വലിയ പ്രശ്നമാണ് ഇവിടെ അല്ലേ? ഇത് സ്ഥിരമായിട്ടൊരു അപകട മേഖലയായി മാറുകയാണ്. ഇപ്പോൾ തുടർച്ചയായിട്ട് അപകടങ്ങൾ വരുന്നു. അധികൃതരുമായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാലോ കാണാം. ഈ സർവീസ് റോഡിൽ നിന്ന് ഡയറക്റ്റ് 3-വേ ലൈനിലേക്ക് എൻട്രി ആവുന്നു. ഈ 3-വേ ലൈനിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഒരിക്കലും അറിയുന്നില്ല ഇങ്ങനെ പെട്ടെന്നുള്ളൊരു എൻട്രി ഉണ്ടെന്നുള്ളതും. മാത്രമല്ല ഇത് കഴിഞ്ഞ ഉടനെ പഴയ 2-വേയിലേക്കാണ് കടക്കുന്നത്. അത് രണ്ടും ഈ വരുന്ന വാഹനങ്ങൾക്ക് അറിയാനുള്ള ഒരു സൂചനാ ബോർഡോ ഒന്നും ഇവിടെ ഇല്ല. അത് സ്വാഭാവികമായിട്ടും അപകട നിരക്ക് വർദ്ധിക്കാനുള്ള ഒരു കാരണമാകുന്നു. അത് ബന്ധപ്പെട്ട അധികൃതരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു. തൊട്ടടുത്ത ഒരു പഴയ ഹൈവേ അവിടെ പുറം സൈഡിലൂടെ പോകുന്നുണ്ട്. പണ്ട് ഗേറ്റ് അടവുണ്ടായിരുന്ന ഹൈവേ അത് സർവീസ് റോഡായി റീഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ എൻട്രി ക്ലോസ് ചെയ്താൽ ഈ അപകട നില കുറക്കാൻ ഒരു വലിയ സഹായകമാവും. പരിഗണിക്കണം. തീർച്ചയായിട്ടും അതാണ് പരിഗണിക്കേണ്ടത്. മറ്റൊന്ന്, നമ്മളെ ഈ വെട്ടിച്ചിറ ടോൾ പ്ലാസയായിട്ട് സംബന്ധിച്ച് നമ്മൾ ഇന്നലെ അപകടം നടന്ന രോഗികളുമായിട്ട് പോകുന്ന സമയത്ത് ആംബുലൻസ് വരെ ആ ടോൾ പ്ലാസയിൽ ബ്ലോക്കായി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വലിയ വിമർശനം അതുമായി ബന്ധപ്പെട്ട ആംബുലൻസ് ഡ്രൈവർമാരും അവിടെ കൂടിയ ആളുകളൊക്കെ ഉയർത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. തുടക്കത്തിൽ ടോൾ പ്ലാസയിൽ ഇഷ്യൂ വന്നപ്പോൾ ടോൾ പ്ലാസ തുടങ്ങുന്ന സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഞങ്ങളൊക്കെ സമരത്തിന് മുൻപന്തി നിന്നതാണ്. അന്ന് അവർ ടോൾ പ്ലാസയിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരു ഡിലേ ഇല്ലാതെ വാഹനങ്ങൾ കടത്താന്നുള്ള ഉറപ്പ് നൽകിയിട്ടാണ് ഞങ്ങൾക്ക് പിരിഞ്ഞു പോകുന്നത്. ഇന്നലെ അതല്ല സംഭവിച്ചത്. അല്ല, പിന്നെ ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഇപ്പം ഇന്നലത്തെ മാത്രമല്ല, ഇതേപോലെ മുന്നേ ഒരു സംഭവം ഉണ്ടായി. ടോൾ പ്ലാസയിൽ അവർ നാദനില്ലാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നിരന്തരമായിട്ട് വാഹനങ്ങൾക്ക് ബ്ലോക്ക് വരികയാണ്. സ്പീഡാക്കിയിട്ട് വണ്ടി കടത്തി വിടുന്നില്ല. അതൊക്കെ ഞങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്പോട്ടിലെ സാഹചര്യം എന്ന് പറയുമ്പോൾ ഏകദേശം കഴിഞ്ഞ ഒരു മാസത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ 10-ൽ കൂടുതൽ അപകടം ഈ പ്രദേശത്ത് മാത്രം ഉണ്ടായിട്ടുണ്ട്. 15-ൽ കൂടുതൽ. അതെ, 15-ൽ കൂടുതൽ. പക്ഷേ ഈ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അധികാരികൾ എടുത്തത് എത്തിച്ചിരുന്നു. ഞങ്ങൾ NH അതോറിറ്റിയുമായിട്ട് ഈ വിഷയം സംസാരിച്ചിരുന്നു. അതിൻ്റെ ലൈസൻസ് ഓഫീസറുമായി സംസാരിച്ചിരുന്നു. ഇവിടുത്തെ MP MLA-യുമായിട്ട് ഞങ്ങൾ ഇപ്പോൾ അടുത്ത കാലം സംസാരിച്ചിട്ടുണ്ട്. MLA ഇതുമായി ഇന്നലെ ബന്ധപ്പെട്ട് ഇവിടെ സന്ദർശിച്ചിരുന്നു, ഹോസ്പിറ്റൽ സന്ദർശിച്ചിരുന്നു. ഓഫീസ് ബന്ധങ്ങൾ വന്നിരുന്നു. കളക്ടറുമായിട്ട് അടിയന്തരമായിട്ട് മീറ്റിംഗ് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ബസ്സിൻ്റെ അമിതവേഗത ഇന്നലെ നമ്മൾ CCTV ദൃശ്യം നമ്മൾ കണ്ടു. പക്ഷേ ബസ്സിൻ്റെ അമിതവേഗതയാണ് ഒരു അപകടത്തിന് പ്രധാനമായിട്ടും കാരണമായിട്ട് നമ്മൾ കാണാൻ പറ്റിയത്. എക്സ്റേ ഓട്ടങ്ങൾ പതിവാണ്, 100% പതിവാണ്. ഈ കോഴിക്കോട് ടു തൃശ്ശൂർ ബസ്സുകളൊക്കെ സ്റ്റാൻഡിൽ വന്നിട്ട് ആളിറക്കി പോകണമെന്നാണ് ശരിക്കും നിയമം. പക്ഷേ അവരൊക്കെ ഹൈവേയിൽ ആളിറക്കി റോട്ടുമ്പോൾ തള്ളുന്ന അവസ്ഥ. കഴിഞ്ഞ 2 മാസം മുന്നേ ബസ് സ്റ്റാൻഡിൽ വെച്ച് സംഭവം ഉണ്ടായി. കോഴിക്കോടിന് തൃശ്ശൂർക്ക് പോകുന്നൊരു ബസ് സമയമില്ലായിട്ട് ആളിറങ്ങാൻ 2 മിനിറ്റ് വൈകിയപ്പോൾ ആള് ബസ് സ്റ്റാൻഡിലേക്ക് തള്ളിയിട്ടിട്ട് ബസ് ഇറങ്ങി പോയി. ബസ്സിൻ്റെ അമിതവേഗത, സമയമില്ലാത്ത കാരണം മരണപ്പാച്ചൽ. ഇത് നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ അപകടം കുറയുന്നതാണ് ഞങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുള്ളത്. അത് തന്നെയാണ്, ബസ്സിൻ്റെ മരണപ്പാച്ചിൽ ഒരു പരിധിവരെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അപകടങ്ങൾ പാതി കുറയും എന്നുള്ളതാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞു വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം.